നമ്മൾ ഇനി അടുത്ത വാർത്താ അവതരണത്തിലേക്ക് കടക്കുകയാണ്. വെങ്കടേഷ് നമ്മളോടൊപ്പം ചേരുന്നു. സാമ്പത്തിക വാണിജ്യ വാർത്തകളുമായി വെങ്കടേഷ് അയ്യർ നമ്മളോടൊപ്പം ചേരുന്നു. വെങ്കടേഷ്, സ്വാഗതം. താങ്ക് യു ഷിലിൻ. ഞാൻ ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ ഒന്ന് ഓടിച്ച് വായിക്കുകയാണ്. ആദ്യം എക്കണോമിക് ടൈംസിൽ നിന്നും തന്നെ തുടങ്ങുന്നു. വോഡാഫോൺ ഐഡിയ റവന്യൂ മാർക്കറ്റ് ഷെയർ ഹിറ്റ്സ് ഓൾ ടൈം ലോ ഇൻ Q1 24-25. Vodafone Idea's revenue market share has dropped to a record low of 15% in the fiscal first quarter, losing ground to Reliance Jio and Bharti Airtel. Experts believe the recent rupees 24,000 crore equity fundraise could help Vodafone India improve its 4G coverage and roll out 5G services, enhancing its competitive position. Vodafone Idea's revenue market share has plunged to an all-time low of 15%, and it has lost market share in 16 out of 22 circles. അപ്പോ വോഡോഫോൺ ഐഡിയ എന്ന ടെലികോം കമ്പനിയെ കുറിച്ചാണ് ഈ വാർത്ത കൊടുത്തിട്ടുള്ളത്. അവരുടെ 2024-25 വർഷത്തിലെ ആദ്യ പാദത്തിൽ അവരുടെ റവന്യൂ ഓൾ ടൈം ലോയിലോട്ട് അവരുടെ സർവകാല കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. 15% കഴിഞ്ഞ പാദത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ മാർക്കറ്റ് ഷെയർ ഭാരതി എയർടെലും റിലയൻസ് ജിയോവും കൂടുതൽ പിടിച്ചെടുക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. 22 സർക്കിളുള്ളതിൽ 16 സർക്കിളിലും ഇവർക്ക് മാർക്കറ്റ് ഷെയർ ലോസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. വോഡോഫോൺ ഐഡിയ ആണ് മൂന്നാമത്തെ ടെലികോം കമ്പനി ഇന്ത്യയിൽ വലിയ. ആദ്യം നമ്മുടെ ജിയോ, എയർടെൽ, പിന്നെ ഇവരും BSNL മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ ടെലികോം മാർക്കറ്റിൽ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുള്ളത്. ഇന്ത്യ ടു ഷിപ്പ് rupees 8,000 crore worth of alcoholic beverages in next few years, APEDA. Indian government plans to promote Indian alcoholic and non-alcoholic beverages internationally, aiming for $1 billion in exports. Currently ranked 40th in the world for alcoholic beverage exports, India sees huge potential. Major destination includes UAE, Singapore, Europe, etc. Diageo India will launch Godwan single malt whiskey in UK. ഇപ്പോൾ ഇന്ത്യ 8,000 കോടി രൂപ മൂല്യമുള്ള വിദേശ മദ്യം ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുമെന്ന് ഉള്ളൊരു വാർത്തയാണ് വരുന്നത്. ഗവൺമെന്റ് ഇതിനുള്ള പ്രൊമോഷൻ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. $1 ബില്യൺ, അതായത് $100 കോടി, അതാണ് ഈ 8,000 കോടി രൂപ ഇന്ത്യൻ രൂപ വിലമതിപ്പുള്ള എക്സ്പോർട്ടിന് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ 40ാമത്തെ രാജ്യമാണ് ലോകത്തിലെ ആൽക്കഹോളിക് ബെവറേജസ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ. ഇന്ത്യ ഇപ്പോൾ 40ാം സ്ഥാനത്താണ്. എന്നാൽ ഇന്ത്യക്ക് ഇതിൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള. അപ്പോൾ ഇതിന്റെ ഉൽപാദനം കൂട്ടി ഇന്ത്യ വിദേശ രാജ്യങ്ങളായ UAE, സിംഗപ്പൂർ, യൂറോപ്പ് എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത് എക്സ്പോർട്ട് ചെയ്യും എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ എക്സ്പ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ, ഗവൺമെന്റ് ടു എസ്റ്റാബ്ലിഷ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ടു പുഷ് എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻ ദ കൺട്രി, സേസ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ. The Civil Aviation Minister, Mr. Ram Mohan Naidu, announced that the government would establish a special purpose vehicle to push ahead with plans to begin manufacturing of commercial aircraft in India on Wednesday, as he emphasized the potential of the nation's rapidly expanding aviation sector. The idea of India manufacturing its own planes is being strongly pushed by the government, Naidu stated, adding that the special purpose vehicle will be set up with industry stakeholders and others. അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള സംവിധാനം ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കാൻ പോകുന്നു. എന്നാൽ ഒരു പ്രത്യേക കാര്യം നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെയാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ കമേഴ്സ്യൽ പാസഞ്ചർ എയർക്രാഫ്റ്റ് ഇപ്പോൾ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോയിങ്ങിനെയും അതുപോലെ തന്നെ എയർബസും ആണ്. അമേരിക്കയിലും യൂറോപ്പിലുമായിട്ടാണ് ഈ രണ്ട് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ലോകത്തിലെ തന്നെ കീഴടക്കി വെച്ചിരിക്കുന്നതാണ് ഈ രണ്ട് കമ്പനികൾ പാസഞ്ചർ എയർക്രാഫ്റ്റിൽ. പിന്നെ ബ്രസീലിലെ എംബ്രെയർ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. സോ ഇന്ത്യ സ്വന്തമായിട്ട് പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ ഉള്ള ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഇത് സ്വന്തമായിട്ട് പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന രാജ്യമായി കഴിഞ്ഞാൽ തന്നെ ഇന്ത്യക്ക് വലിയൊരു വിപണിയും കിട്ടും. അതുപോലെ തന്നെ ആഭ്യന്തര വിപണിയിലെ പല ഡിമാൻഡ്സിനെയും നമ്മുടെ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്ത് നമുക്ക് അത് കുറെ ഫോറക്സ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തൊരു വാർത്ത, IPL ecosystem value drops from 92,500 crore to 82,700 crore compared to previous edition, reveals DNP advisory report. The IPL ecosystem value has fallen
from 92,500 crore in the previous edition to 82,700 crore in this edition, reveals a report by DNP Advisory. This decrease of around 10.6% comes despite the league's unyielding allure, which continues to attract audience across television and digital platforms. അപ്പോൾ ഇന്ത്യയുടെ IPL എന്നുള്ള ഒരു വലിയൊരു ടൂർണമെന്റിന്റെ വാല്യുവേഷൻ 92,500 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം. എന്നാൽ അത് 82,700 കോടിയിലോട്ട് താഴോട്ട് പോയി എന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു കളി തന്നെയാണ് IPL എന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. മിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ പ്രൈസസ് സിങ്ക് ടു 9-month low. HPCL, BPCL and other oil marketing companies poised for earnings boost. Crude oil prices slumped to their lowest since December on Wednesday, extending a steep fall of more than 4% in the previous day amid concerns over lower global demand growth. അപ്പോൾ ലോകമെമ്പാടും ഡിമാൻഡ് കുറയുന്നു എന്നുള്ള ഒരു കാരണത്താൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പൊതുമേഖല എണ്ണ കമ്പനികളായ HPCL, BPCL എന്ന പോലുള്ള കമ്പനികൾക്ക് പ്രയോജനമാകും. അവർക്ക് ലാഭം കൂടും എന്നുള്ളൊരു സൂചന ഇതിൽ കൊടുക്കുന്നു. അടുത്തൊരു വാർത്ത, ബെമൽ സ്റ്റോക്ക് സർജസ് 7% after DAC approves 1.45 lakh crore acquisitions. Defense stock BEML jumped by around 7% on September 4 following the Defense Acquisition Council's approval of significant procurement worth 1.4 lakh crore for the armed forces. അപ്പോ ബെമൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന്റെ ഓഹരി 7% മുന്നേറി. ഇതിന് കാരണമായിട്ട് പറയുന്നത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ ഒരു വലിയൊരു 1.4 ലക്ഷം കോടിയുടെ ഓർഡർ ആർംഡ് ഫോഴ്സസിന് ഉള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഈ ഓഹരി മുന്നേറിയത് എന്നതിൽ പറയുന്നു. പിന്നെ ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് mulls import duty hike on steel to counter Chinese dumping. Steel Ministry has backed industry's demand for an import duty hike on the metal offerings coming in, particularly from China and other Southeast Asian nations. അപ്പോൾ ചൈനയിൽ നിന്നും വരുന്ന സ്റ്റീൽ ഇന്ത്യയിൽ കൂടുതൽ വരുന്നു, ചീപ്പായിട്ട് വരുന്നു. അത് കാരണം ഇന്ത്യയിൽ ഉള്ള സ്റ്റീൽ നിർമ്മിക്കുന്ന ആൾക്കാർക്ക് നഷ്ടം വരുന്നു. അത് കാരണം ഈ ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിന് തീരുവ ഈടാക്കണം, കൂടുതൽ തീരുവ ഈടാക്കണമെന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സർക്കാർ പരിഗണിക്കുന്നു എന്നുള്ളതാണ് വരുന്നത്. ചൈനയിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് കൂടുതൽ ഈ സ്റ്റീൽ ഇന്ത്യയിലോട്ട് കയറ്റി അയക്കുന്നത്. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇറക്കുമതി തീരുവ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഇന്ത്യ സർവീസസ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് റൈസസ് ടു 60.9, highest since March. Contrary to manufacturing, the services sector showed better performance in August as the purchasing managers index surged to 60.9 from 60.3. This is the 37th consecutive month of expansion. ഇപ്പോൾ ഇന്ത്യയുടെ സേവന മേഖല നല്ല രീതിയിൽ മുന്നേറുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അതിന്റെ സൂചികയായ ഇന്ത്യ സർവീസസ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് 60.3 ആയിരുന്ന ജൂലൈയിൽ ഇത് ഇപ്പോൾ 60.9 വർദ്ധിച്ചിട്ടുണ്ട്. 37ാമത്തെ മാസമാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് മുന്നേറുന്നതെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. പിന്നെ ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എക്സ്പെക്ടഡ് ടു ഗ്രോ ടു $350 billion by 2030. India's textile industry is expected to grow to $350 billion by 2030 and add 3.5 crore jobs. This was stated by the Union Minister of Textile, Giriraj Singh, during the curtain raiser for the event of Bharat Textiles 2025 in Delhi. ഇപ്പോൾ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മേഖല 2030 ആകുമ്പോഴേക്കും 35,000 കോടി ഡോളറിന്റെ വലിപ്പത്തിലുള്ള മാർക്കറ്റ് വിപണി ആയി മാറുമെന്നാണ് നമ്മുടെ ടെക്സ്റ്റൈൽസ് മിനിസ്റ്റർ, യൂണിയൻ മിനിസ്റ്റർ ഗിരിരാജ് സിംഗ് ഇന്നലെ ഡൽഹിയിൽ പറഞ്ഞതായിട്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. 10ാമത്തെയും അവസാനത്തെയും വാർത്ത, 88% of the Indians anticipate financial uncertainty over next 5 years, says a survey. As many as 88% of Indians expect financial uncertainty over the next 5 years, and many are taking proactive steps to secure themselves, at a survey by a life insurance company on Wednesday. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് കമ്പനി നടത്തിയ ഒരു സർവേയിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് അടുത്ത 5 വർഷത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വരുമോ എന്ന ചോദ്യത്തിന് 88% ആൾക്കാരും പറഞ്ഞത് വരും, പ്രതീക്ഷിക്കുന്നു എന്ന് ആണ് ഉത്തരം കൊടുത്തിട്ടുള്ളതെന്നാണ് അവരുടെ കണ്ടെത്തലെന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു.
ഇന്നലെ ഓഹരി വിപണി ചെറിയ തോതിൽ താഴെ പോയി. 202.8 പോയിന്റ് താഴ്ന്ന സെൻസെക്സ് 0.24% താഴ്ന്ന 82,352.64 വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 81.15 പോയിന്റ് താഴ്ന്ന 0.32% താഴ്ന്ന 25,198.70 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണത്തിന്റെ 10 ഗ്രാമിന്റെ വില 85 രൂപ ഇടിഞ്ഞു. 0.12% ഇടിഞ്ഞ് 71,296 ക്ലോസ് ചെയ്തു. രൂപയുടെ വിനിമയ നിരക്ക് 83 രൂപ 97 പൈസയായിരുന്നു ഇന്നലെ. ഇതൊക്കെയാണ് ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ. പദപരിചയം അടുത്ത പ്രാവശ്യം വാർത്ത വായിക്കുമ്പോൾ വീണ്ടും പദപരിചയം കൊണ്ടുവരാം. ഇന്ന് ഒരു പദം പറയുന്നില്ല. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഓവർ ടു മോഡറേറ്റേഴ്സ്.